അദ്ദേഹമാണെങ്കിൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണെന്ന് പറയുന്നു. അപ്പം അതുണ്ടാകും. പക്ഷേ അതിനോടൊപ്പം മൂന്നാമതൊരാൾ എന്തിനു വന്ന് കുടപിടിച്ച് ശ്രീ ജോസഫ് വാഴക്കൻ, പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്ന രീതിയെ ആ നിലയ്ക്ക് വിമർശിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇവിടെ പൊതുവെ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ജേക്കബ് തോമസ് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അഴിമതി വിരുദ്ധ നടപടികളെ പൊതുസമൂഹം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെ കരുതാം. എന്തായാലും അത് അവരുടെ മനസ്സിലിരിക്കുന്നത് നമുക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പ്രത്യേകിച്ച് വേറെ മാവിനികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കരുതാം. അങ്ങനെ ഒരവസ്ഥയുണ്ടെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്നത് വളരെ ലാഘവത്തോടെ ആ വിഷയത്തെ സമീപിക്കുക എന്നത് തന്നെയാണ്. കാരണം കേവലം IAS IPS തർക്കത്തിൻ്റെ തലത്തിലേക്ക് അതിനെ ഒതുക്കുന്നു. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഈ വിഷയത്തിൽ കക്ഷിയായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഞാനത് വളരെ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന്. കാരണം പ്രതിപക്ഷത്തിന് മുമ്പിൽ എന്താ ഞങ്ങൾ കാണുന്നത് വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിനെതിരെ വിജിലൻസ് ഡയറക്ടർ പൊട്ടിത്തെറിക്കുന്നു. അദ്ദേഹം അവിടെ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന യോഗത്തിൽ അതിനെതിരെ പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ KM എബ്രഹാമിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിനൊരു മന്ത്രി തന്നെ ഈ വിജിലൻസ് ഡയറക്ടറുടെ മേൽ തട്ടിക്കയറുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇങ്ങനെ അഴിമതിക്കെതിരെ പോരാടുകയാണെന്നൊന്നും നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കല്ലേ. സർക്കാരിന് അതിൻ്റേതായ അജണ്ടയുണ്ട്. KM എബ്രഹാമിനെ പ്രതിയാക്കാനോ KM എബ്രഹാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അദ്ദേഹത്തിൻ്റെ സംശയത്തിന് നിലനിർത്താനോ ഈ സർക്കാർ തയ്യാറല്ല. പക്ഷേ അവിടെ ശ്രീ വിജിലൻസ് ഡയറക്ടർ അതിനു വേണ്ടി നിൽക്കുന്നു. അത് ഒരുപക്ഷെ വിജിലൻസ് ഡയറക്ടർ അതിൻ്റെ തെളിവുണ്ടായതുകൊണ്ടായിരിക്കാം ഡയറക്ടർ അതിന് വേണ്ടി നിൽക്കുന്നത്. KM എബ്രഹാമിൻ്റെ പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെക്കാനുണ്ടായ ഒരു കാരണങ്ങളിൽ ഒന്നതാണ് ഞാൻ ഒഴിയുകയാണ് എന്ന് പറയാനുള്ള കാരണം. ഗവൺമെൻറ്റിൽ നിന്ന് അതിശക്തമായ പീഡനമുണ്ടായി. അവസാനം ഇത് ഗവൺമെൻറ്റിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് തോന്നിയപ്പോൾ വളരെ തന്ത്രപരമായി 2 ദിവസം പനിയാണെന്ന് പറഞ്ഞ് സ്വസ്ഥമായിരുന്നതിന് ശേഷം മുഖ്യമന്ത്രി മൂന്നാമത്തെ ദിവസം വന്നിട്ടാണ് അതിന് തന്ത്രപരമായി മറ്റൊരു നീക്കം നടത്തിയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഒന്നും ഇവിടെ പറയണ്ട. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോന്ന് വരും. ദാണ്ടെ അങ്ങനെയായിരുന്നെങ്കിൽ ശ്രീ VD സതീശൻ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ നിയമസഭയിൽ അക്കമിട്ട് എഴുതി കൊടുത്തല്ലോ ആ വകുപ്പിനെതിരെ. എന്നാ ഒരു വിജിലൻസ് എൻക്വയറി എന്ന് പറഞ്ഞപ്പോൾ എന്താ ഈ അഴിമതിക്ക് വിരുദ്ധനായിട്ടുള്ള മുഖ്യമന്ത്രി എന്താ അങ്ങനെ ഒന്ന് വിജിലൻസ് എൻക്വയറിക്ക് തയ്യാറല്ലാത്തത്? വിജിലൻസ് എൻക്വയറി നടത്തി നീതി ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? അന്വേഷണത്തെ എന്തിനാണ് എന്തേ അന്വേഷിക്കുന്നത്? അത് ഉത്തരവാദിത്വപൂർവ്വം നിയമസഭയ്ക്കകത്ത് രേഖാമൂലം എഴുതി കൊടുത്താണ് ആരോപണം ഉന്നയിച്ചത്. അവിടെ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു വിജിലൻസ് എൻക്വയറിക്ക് തയ്യാറാണോ? ആ അഴിമതിക്കെതിരെ പോരാടുന്നവരാണെങ്കിൽ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് അപ്പോഴേ അന്വേഷണത്തിന് ഇടുക ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതൊന്നുമല്ല, അവിടെ ഓരോ അജണ്ടകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അന്ന് അതിനെതിരെ വിജിലൻസ് ഡയറക്ടർ പൊട്ടിത്തെറിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം നടക്കുന്ന പെട്ടെന്ന് ഞങ്ങൾക്കൊരു ധാരണയല്ല, ജനങ്ങളും ധരിച്ചു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കുകയാണോ എന്ന്. അത് നിയമസഭയുടെ ഫ്ലോറിൽ ആ അഭിപ്രായം ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാ, KM എബ്രഹാമിൻ്റെ വീട്ടിൽ കയറുന്നത് ശരിയല്ല, അത് അതിനകത്ത് എന്തോ കാര്യങ്ങളുണ്ട്, ഞാനതിനെക്കുറിച്ച് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ആ റിപ്പോർട്ട് ഇനി കിട്ടണം, അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തായിരുന്നു ലക്ഷ്യമെന്നുള്ളത്. അത് കിട്ടുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയെ സംബന്ധിച്ച കാര്യമാണ്, പിന്നെ എന്തിനാ റീം സമ്മതിക്കാതിരിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്, ഇവിടെ നേരത്തെ പ്രക്ഷേപണം ചെയ്തതുമാണ്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. KM എബ്രഹാമിൻ്റെ വീട്ടിൽ കയറിയതിനെ സംബന്ധിച്ച് പ്രൊസീജിയർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൽ എറർ എന്ന് മാത്രമല്ല റീമേ, അതിനകത്ത് ഞാൻ വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ പറയുന്നത്, ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാമതൊന്ന്, ജേക്കബ് തോമസ് എന്ന് പറയുന്ന വിജിലൻസിൻ്റെ ഡയറക്ടർ പൂർണ്ണ വിശ്വാസം സർക്കാർ പറഞ്ഞു, ഒരു അവിശ്വാസം രേഖപ്പെടുത്തിയില്ല. പിന്നെ ശ്രീ മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യം പറഞ്ഞു, എണ്ണി പറഞ്ഞു എന്നാ, അക്കമിട്ട് തന്നെ അവിടെ വെച്ച് നല്ല മറുപടിയും കൊടുത്തു. ആ മറുപടിയിൽ അവസാനിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് കൃത്യമായ ബോധ്യമുണ്ട്. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ആ ബോധ്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരായ ബോധ്യം. എങ്ങനെ ബോധ്യപ്പെടുന്നത്? നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, വിജിലൻസ് ഒന്ന് അന്വേഷിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് അതിൽ ഇനിയും മുഖ്യമന്ത്രിയുടെ അഴിമതി ഉണ്ടോ നമുക്കൊന്ന് അറിയണ്ടേ? അല്ല, നിങ്ങൾക്കിനി ഇപ്പോൾ VD സതീശന് എന്തെല്ലാം വഴികൾ ഇനിയുമുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലും തടസ്സം പിടിച്ച് നിൽക്കുന്നുണ്ടോ?
നിങ്ങൾ അല്ല, അയ്യോ, അല്ല, ഞാൻ പറയട്ടെ. അഴിമതിക്കെതിരെ ഈ ശ്രീ വിശുദ്ധ ജോസഫ് യുദ്ധം വാഴക്കൻ നടത്തുന്നവർക്ക് ഞങ്ങൾ എന്തിനാ മറ്റു വഴി ശ്രീ തേടുന്നത്? ജോസഫ് വാഴക്കൻ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വാഴക്കൻ അഴിമതിക്കെതിരെ പോരാടാൻ. ശ്രീ ജോസഫ് വാഴക്കൻ സഖാവ് ഇ.പി. ജയരാജൻ രാജിവെച്ച് പോകുമ്പോൾ ഒരു കോടതി വിധിയും ഉണ്ടായിരുന്നില്ല, എവിടെയും ഒരു FIR ഉണ്ടായിരുന്നില്ല, ഒരു കോടതിയുടെയും നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് കോഴിക്കോട് വെച്ച് തന്നെ ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കൂട്ടായി പരിഗണിക്കുമെന്നാണ്. ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ സുവ്യക്തമായ സുതാര്യമായ ധീരമായ ഒരു നിങ്ങൾക്കതില്ല. ഞാൻ തിരിച്ചു വരാം നിങ്ങളിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, പക്ഷേ ഇവിടെ ഈ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിക്കോട്ടെ, ഈ അഴിമതി വിരുദ്ധ സർക്കാർ എന്നുള്ള ഇമേജ് സൃഷ്ടിക്കണമെന്നൊക്കെ, പക്ഷേ അതിനുവേണ്ടി ഒരു പരിധിക്കപ്പുറത്ത് സമയവും സാഹചര്യവും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അതായത് ജേക്കബ് തോമസിൻ്റെ ഒരു പ്രവർത്തന സ്വഭാവം കൂടിയല്ലേ? അല്ല, ജേക്കബ് തോമസിന്റെ പ്രവർത്തന സ്വഭാവമല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രീതി ഇങ്ങനെയൊന്നുമല്ല. അതായത് വരും, അതിനാരെങ്കിലും തടസ്സമിടും, രാഷ്ട്രീയ തടസ്സങ്ങളുണ്ടാവും. ഞാനിപ്പോൾ LDF ഗവൺമെൻറ്റിൽ, ഇതിനു മുമ്പ് LDF ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, UDF ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇന്ന് നടൻ ശ്രീനിവാസൻ ചോദിച്ച പോലെ ഏതെങ്കിലും വിജിലൻസ് ഡയറക്ടറുടെ പേര് നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. വിജിലൻസ് ഡയറക്ടർ എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടില്ല. കാരണം എന്താ? വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു. TN ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചീഫ് കമ്മീഷനായപ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പ് ആർക്കെങ്കിലും അറിയാമോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാന്ന്? അപ്പോൾ തീർച്ചയായും ചർച്ചയായി പ്രശ്നങ്ങളായി വരും. ഇതിനു മുമ്പ് കാണാത്തതാണ്. അതിലെന്തെങ്കിലും ഓവർ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തടസ്സപ്പെടാം. പക്ഷേ ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായതെന്താ? ഇങ്ങനെയൊന്നും അന്വേഷിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ജേക്കബ് തോമസിന് ഇത്രയും ഫ്രീ ഹാൻഡ് കിട്ടുമെന്ന് ചരിത്രത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വിജിലൻസ് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പതിവില്ലാത്തതാണല്ലോ, അതുകൊണ്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. പേടി എല്ലാവർക്കും അല്ല, നേരത്തെ പറഞ്ഞ മടിയിൽ കനമുള്ളവർക്ക് പേടിയുണ്ടാവും, ആശങ്കയുണ്ടാവും. ഇങ്ങനെയല്ലല്ലോ പതിവ് എന്നതാണ് പ്രശ്നം. ഇങ്ങനെയല്ല പതിവ്. അതുകൊണ്ടാണ് 60 വർഷത്തിനിടയിൽ ഒരു ബാലകൃഷ്ണപിള്ള മാത്രം ശിക്ഷിക്കപ്പെട്ട കേരളത്തിൻ്റെ അഴിമതിയുടെ ചരിത്രമുണ്ടായത്. അതുകൊണ്ടാണ് വളരെ സീനിയറായ IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാർ പലരുടെ പേരിലും വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ വന്നിട്ട് ഒരടി മുമ്പോട്ട് നീങ്ങാതെ ഇങ്ങനെ ചക്ക കുഴഞ്ഞ മാതിരി കുഴഞ്ഞു കിടക്കില്ലേ കേസുകൾ. എവിടെയാ തീരുക? ഒരു കേസും തീരില്ല. പാമോലിന് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കേസ് നീട്ടി പോകുന്നതിന് പകരം വസ്തുനിഷ്ഠമായി സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നു. ഇത് പതിവിന് വ്യത്യസ്തമാണ്. അങ്ങനെ വന്നാൽ ആ പതിവുകൾ ചിലത് സ്വഭാവത്തിൽ വിജിലൻസ് ഡയറക്ടർ പെരുമാറുന്നു എന്ന ആരോപണം ടോം ജോസിന്റെ കാര്യത്തിൽ നിൽക്കുമോ എന്നതാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.